ഏവർക്കും ജ്യോതിഷ ദീപം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രണയ നൈരാശ്യത്തെ കുറിച്ചാണ്. എത്ര പ്രണയിച്ചാലും മതിയായ യോഗ്യതകൾ ഉണ്ടായിട്ടും നമുക്ക് ഒരു സ്ത്രീയെ വശമാക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രവൃത്തികൾ നല്ല രീതിയിലായിട്ടും വർത്തമാനങ്ങൾ മധുരമയമായിട്ടും ഒരു സ്ത്രീയെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരു പുരുഷനെ ആകർഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അത് ജാതക പ്രകാരമുള്ള ചില ദോഷങ്ങളുടെ കാഠിന്യം കൊണ്ടാവാം. പ്രത്യേകിച്ച് വശ്യദോഷം കൊണ്ടാവാം അങ്ങനെ സംഭവിക്കുന്നത്. അതിനെന്താണ് പരിഹാരം, ഏതെല്ലാം ലക്ഷണങ്ങളാണ് അത്തരത്തിൽ ദോഷകരമായിട്ടുള്ളത് എന്നൊക്കെയാണ് ഇന്ന് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യോതിഷൻ വിപിൻ നാരായണൻ, ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശ്രീഭദ്ര ജ്യോതിഷാലയം, MC റോഡ്, കൂത്താട്ടുകുളം. നമുക്കറിയാം, ഉന്നം തികഞ്ഞു നിൽക്കുന്നവരുമെല്ലാം വളരെ നല്ല രീതിയിൽ മധുരമയമായി സംസാരിക്കുകയും എല്ലാ രീതിയിലും ഫിസിക്കൽ ആറ്റിറ്റ്യൂഡിലൂടെയും ഫിസിക്കൽ ഭാഷയിലൂടെയും ഒക്കെ വളരെ മധുരമയമായി ഇടപെട്ടിട്ടും നമുക്ക് എതിർലിംഗത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ, സ്വലിംഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് സ്വാധീനിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. കാര്യം, നമ്മൾ അവരോടൊന്നും മോശമായി പെരുമാറിയിട്ടുണ്ടാവില്ല, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടാവാം. എന്നാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിട്ടുപോകുന്നതും, അതുപോലെ തന്നെ നമുക്ക് വിവാഹം നടക്കാതെ വരിക, കാരണം ആർക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രധാന കാരണം ജാതകത്തിലെ ശുക്രൻ, വിവാഹകാരകൻ ആയിരിക്കുന്ന ശുക്രന്റെയും പ്രണയകാരകനായിരിക്കുന്ന രാഹുവിന്റെയും കോമ്പിനേഷൻ ആയിരിക്കാം. അതുപോലെ 5ാം ഭാവത്തിന്റെ ലഗ്നത്തിന്റെയും ഒക്കെ, ലഗ്നം കൊണ്ടാണല്ലോ നമ്മുടെ ആത്മപ്രഭ, ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമൊക്കെ രൂപീകരിക്കപ്പെടുന്ന ലഗ്നം കൊണ്ടാണ്. ആ ലഗ്നത്തിന്റെ പോരായ്മ, അതുപോലെ 5ാം ഭാവത്തിന്റെ പോരായ്മ, ശുക്രന്റെ രാഹുവിന്റെ ഒക്കെ പോരായ്മകളാവാം നമുക്ക് പലപ്പോഴും പ്രണയനാശം അല്ലെങ്കിൽ നമുക്ക് സുഹൃത്ത് വലയങ്ങൾ കുറയുവാനുണ്ടാകുന്ന കാരണങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ശുക്രൻ 8, 12 ഭവാധിപത്യം, 6ാം ഭവാധിപത്യം ഒക്കെ വന്ന്, അല്ലെങ്കിൽ കേന്ദ്രാധിപത്യം ഉണ്ടായിട്ടുമൊക്കെ ശുക്രൻ അനിഷ്ടസ്ഥാനമായ ജാതകത്തില് ലഗ്നാൽ 6, 8, 12 നിൽക്കുക. 12ാം ഭാവം അത്ര വലിയ വിഷയമില്ല എങ്കിൽ പോലും ആ 12ലേക്ക് പാവഗ്രഹ ഭീഷണമൊക്കെ ഉണ്ടെങ്കിൽ ആ 12ഉം ദോഷകരമായി തന്നെ തീരും. അതുകൊണ്ടും അതോടൊപ്പം തന്നെ രാഹുവിന്റെ അനിഷ്ടസ്ഥാന സ്ഥിതിയും, അനിഷ്ട രാശി, രാഹുവിന് പൊതുവെ ബലം കുറഞ്ഞ രാശികളിലൊക്കെ രാഹു വരിക. രാഹു 7ാം ഭാവത്തിൽ വരുന്നത് ധാരാളം പ്രണയങ്ങളിൽ നമ്മളെ കൊണ്ട് ചാടിക്കുമെങ്കിലും ഒന്നും സക്സസ് ആയിരിക്കണം എന്നില്ല, ശുക്രന്റെ ആനുകൂല്യമില്ലെങ്കിൽ. 5ാം ഭാവമാണ് പ്രണയ ഭാവം. 5ാം ഭാവാധിപന് അനിഷ്ടസ്ഥാന സ്ഥിതിയും, 5ാം ഭാവാധിപന് മതിയായ ബലമില്ലായ്മയും, ലഗ്നാധിപന്റെ അനിഷ്ടസ്ഥാനസ്ഥിതി, അതായത് ജാതകത്തിലെ 6, 8, 12 ഭാവങ്ങളുടെ സ്ഥിതിയുമൊക്കെ നമ്മളെ പ്രണയനാശത്തിലേക്കും നമുക്ക് സുഹൃത്ത് ബന്ധങ്ങള് കുറയുവാനും നമുക്ക് നല്ലൊരു വ്യക്തിത്വം ഇല്ലാത്തതായി തീരുവാനും ഒക്കെ ഇടവരുത്തും. പ്രത്യേകിച്ച് ലഗ്നാധിപൻ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുക, ലഗ്നത്തിൽ പാപഗ്രഹങ്ങള് അനിഷ്ട ഭാവാധിപന്മാര്, അനിഷ്ടഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 6, 8, 12 ഭാവാധിപന്മാരൊക്കെ ലഗ്നത്തിൽ നിൽക്കുകയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 6, 8, 12 ഭാവാധിപന്മാർ ലഗ്നത്തിൽ നിൽക്കുക, ലഗ്നാധിപൻ 6, 8, 12 വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യക്തിത്വത്തിന്റെ പോരായ്മ കൊണ്ട് നമുക്ക് സുഹൃത്ത് വലയങ്ങള്, പ്രണയ നൈരാശ്യങ്ങള്, നല്ലൊരു വിവാഹം വരാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിന് പരിഹാരമായിട്ട് ലഗ്നാധിപന്റെ അധിപനായിരിക്കുന്ന ദേവതയെ ഭജിക്കുകയും ആ ദേവതയ്ക്ക് പ്രീതിപ്പെടുത്തുവാൻ ആവശ്യമായ വഴിപാടുകൾ കഴിക്കുകയും ആ ദേവതയുടെ നാമങ്ങൾ ഉച്ചരിക്കുകയും ആ ഗ്രഹപ്രീതിക്ക് കരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതുപോലെ ശുക്രന് ബലമില്ലായ്മ കൊണ്ടാണെങ്കിൽ ശുക്രൻ്റെതായ രത്നങ്ങൾ ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താല് നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മോചനം കിട്ടുന്നതാണ്. രാഹുർ ദോഷങ്ങൾക്ക് ആവശ്യമായ പരിഹാരങ്ങൾ, അങ്ങനെ ഉത്തമനായ ഒരു ജ്യോതിഷനെ നിങ്ങളുടെ ജാതകം കാണിച്ച് പരിശോധിച്ചതിന് ശേഷം എന്താണോ അതിന് പരിഹാരമായിട്ടുള്ളത് അതൊക്കെ ചെയ്യുകയും, പൊതുവായിട്ട് അശ്വാരൂഢ യന്ത്രങ്ങള്, ത്രിപുരസുന്ദരി യന്ത്രം പോലെയുള്ള യന്ത്രങ്ങൾ, മദനകാമേശ്വരി യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് പ്രണയ നൈരാശ്യങ്ങളെ നിരക്ഷണിടുന്നതിനും വിവാഹങ്ങൾ നടക്കുന്നതിനും അതോടൊപ്പം തന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങളും സുഹൃത്ത് വലയങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് ഏറ്റവും ഉചിതമായി കാണുന്നു. എന്തായാലും നിങ്ങൾ ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ചതിന് ശേഷം
ജാതക ദോഷങ്ങൾക്കനുസൃതമായ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ കടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ തന്നെ കൺസൾട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് ഈ മോളിൽ കൊടുത്തിരിക്കുന്ന നമ്പറില് 7306056386 എന്ന നമ്പറിൽ വിളിച്ചതിന് ശേഷം ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന സ്ഥലമായ ശ്രീഭദ്ര ജ്യോതിഷാലയം ഓണാങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന് സമീപം MC റോഡ് കൂത്താലകുളത്ത് വിളിച്ചതിന് ശേഷം നേരിട്ട് വരാവുന്നതാണ്. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കാൻ ഞാൻ വീണ്ടും ഒന്നും കൂടി പറയുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വീണ്ടും കാണാം.